ദീപുവിന്റെ കൊലപാതകം നടന്നിട്ടുള്ള ഈ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് തിരുവനന്തപുരം കന്യാകുമാരി റോഡാണ്. വളരെ എപ്പോഴും തിരക്കുള്ള ഒരു റോഡാണ്. ഈ ഒരു റോഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ദീപുവിനെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീപു ഒരു മഹേന്ദ്ര XUV വെള്ള കാറിലായിരുന്നു യാത്ര ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു വാഹനത്തിലാണ് ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തൊരു പെട്രോൾ പമ്പുണ്ട്. ദീപു സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ KL 01CE 7911 എന്നൊരു വാഹനത്തിലാണ് ദീപു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. നിരവധി നമുക്ക് ഈ കാണാൻ സാധിക്കും. ഈ സമീപത്തെല്ലാം തന്നെ നിരവധി കടകളാണ്. മറ്റൊരു പെട്രോൾ പമ്പ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നും കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി, കൊലപാതകത്തിന് ശേഷം കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നതും പെട്ടിട്ടുണ്ട്. മാത്രമല്ല ദീപു ഈ ഒരു JCB വാങ്ങുവാനായിട്ട് പോകുന്ന സമയത്ത് ഒരാളെ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ പ്രതി എങ്ങനെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ നിന്ന് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ദീപുമായിട്ട് ഈ ഒരു അമ്പിളി എന്ന് പറയുന്ന സജികുമാർ എന്ന പ്രതിക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊന്നും ഇതുവരെയായിട്ടും പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. ചോദ്യം ചെയ്തു വരികയാണ്. മാർത്താണ്ഡ ഭാഗത്തേക്ക് പോകുകയായിരുന്നു ദീപുവിന്റെ വാഹനം. പിന്നീട് അവിടുന്ന് U-ടേൺ എടുത്തിട്ടാണ് ഈ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തോട്ട് വരുന്നത്. പിന്നീട് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സൈഡിലാണ് വാഹനം കുറച്ചു നേരം നിർത്തിയിട്ടു. അതിനുശേഷമാണ് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. പേപ്പർ മറ്റും മുറിക്കുന്ന വളരെ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം പ്രതി നടത്തിയിരിക്കുന്നത്. അത് വാഹനത്തിന്റെ പുറകിലിരുന്നുകൊണ്ടാണ് പ്രതി ദീപുവിന്റെ കഴുത്ത് മുറിച്ചിട്ടുള്ളത്. മാരകമായ മുറിവാണ് കഴുത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ദീപു അധികം വൈകാതെ തന്നെ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. പിന്നീട് വാഹനം ഏകദേശം അരമണിക്കൂറോളം നിർത്താതെ വഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള സമീപവാസികളാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് കളിയാക്കിയുള്ള പോലീസ് സ്ഥലത്തെത്തുകയും വാഹനം പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ദീപു മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടെത്തിയത്. പിന്നീട് അങ്ങോട്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഈ ഒരു സമീപത്താണ് ദീപുവിന്റെ വാഹനം കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു കൊലപാതകത്തിന് ശേഷം വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമാണ് എങ്ങനെയാണ് ഈ ഒരു പ്രതി വാഹനത്തിലെത്തിയത്, ദീപുവുമായി ഇയാൾക്ക് കൂടുതൽ ബന്ധമുണ്ടോ, മറ്റാരെങ്കിലും ദീപുവിനെ പിന്തുടർന്നിരുന്നോ, എന്താണ് ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതെല്ലാം വ്യക്തത വരികയുള്ളൂ. ഈ ഒരു ദീപുവിന്റെ കൊലപാതകത്തിൽ ഏറെ നിർണായകമായിരുന്നു അതിൽ പ്രതി കൊലപാതകത്തിന് ശേഷം ദീപു സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു CCTV വിഷ്വൽ. അപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത് ഏകദേശം ആ ഒരു തിരിവിലാണ്. അതിനുശേഷം പ്രതി കൊലപാതകത്തിന് ശേഷം നടന്നു പോകുന്നത് ഈ ഒരു മാർത്താണ്ഡ ഭാഗത്തേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെയുള്ള കടകളിലെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. അതിൽ ആ ഒരു കാണുന്ന കടയിൽ വെച്ചിട്ടുള്ള ക്യാമറയിലാണ് പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. മാസ്ക് ധരിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് ഈ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. ഈ ഒരു കേസിൽ ഏറെ നിർണായകമായ ഒരു വിഷ്വലാണ്. അത് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചതാണ്. ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം തന്നെ പോലീസ് സമീപത്തുള്ള എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കടകളും എല്ലാം ഉണ്ടെങ്കിലും വളരെ ചുരുക്കം ചില കടകളിൽ മാത്രമാണ് CCTV സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഒരെണ്ണമാണ് ഇവിടെ. അതിൽ നിന്നാണ് ഈ പ്രതി കൊലപാതകത്തിന് ശേഷം അമ്പിളി എന്ന് പറയുന്ന സജികുമാർ കൊലപാതകത്തിന് ശേഷം ഇതുവഴി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. ഏതായാലും ഈ കേസിൽ പോലീസിനെ പ്രതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഏറെ നിർണായകമായ ഒരു തെളിവാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ. ചേട്ടനിപ്പൂടെ ചേട്ടന്റെ കടയാണല്ലേ ഇത്? ബൈക്ക് വർക്ക്ഷോപ്പ്. സാധാരണ ഏത് സമയത്താണ് അടച്ചു പോകുന്നത്? ഇയാൾ മണിക്കാണ്. ഈ സംഭവം നടന്ന ദിവസം പിന്നീട് പോലീസ് വിളിക്കാണോ ഉണ്ടായത്? ഒരു 12 മണി കഴിഞ്ഞதுக்கு அப்புறம் போலீஸ் விളിச்சு பக்கத்துல கேமரா இருக்கு வந்து ஆன் பண்ணானுங்க. நான் சொன்னேன் இங்கே நம்ம கடை இல்லை, பக்கத்து கடை இல்லையா, அந்த ஃபோன் நம்பர் கடாக்கு அதுக்கு விളിങ്ങാണ്. என்ன നടന്നെന്ന് കേട്ടാകിലേ ആൾ കടത്തലെന്ന് சொல்லிയിരുന്നു. അങ്ങനെ പറഞ്ഞു. ഈ ഏരിയ എങ്ങനെ സാധാരണ എന്തെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ? ഇല്ല, പ്രശ്നം ഒന്നുമില്ല. ചേട്ടാ എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ കടകൾ? ഞാൻ 10-30 വർഷം കൊണ്ടിരിക്കും. പിന്നെയാണ് വാർത്തയിലാണ് ഇത് അറിയുന്നത്. ഇല്ല, 12 മണിക്ക് പോലീസ് വിളിച്ചதுக்கு அப்புறம் எனக்கு தெரியும் என்ன சம்பவம் நடந்திருக்குன்னு. ஆனால் ஃபுல்லாக இங்கே காலத்து 9 மணிக்கு வந்த பிறகு ஃபுல்லாக அவசியம் தெரியும். രാത്രി ഇങ്ങോട്ട് വന്നു? രാത്രി വരല്ലേ, കാലത്ത് 9 മണിക്ക് വന്ന് വന്നിട്ട് CCTV എടുത്തിട്ട് പോലീസിന് കൊടുത്തു. പോലീസ് വന്ന് പോലീസെല്ലാം കാലത്തെ വന്ന് എല്ലാം റെഡിയാണ് ഇപ്പോൾ കാലത്ത്. ഇവിടെയുള്ള എല്ലാ കടകളും ഏകദേശം ആ സമയം അടയ്ക്കും തോന്നുന്നു. 8-9 മണിക്ക് 8 മണിയാവും. എല്ലാം നേരത്തോടു കൂടിയാണ് അടയ്ക്കും, വൈകി അടയ്ക്കുന്നതൊന്നും. ചേട്ടനിവിടെ ഞാൻ ഒന്നും കണ്ടില്ല, കേട്ടില്ല. ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ വണ്ടിയിൽ പോയിരുന്നു. രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. വീട് എവിടെയാണോ? എന്റെ വീട് അടുത്ത് തന്നെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ സംഭവം ഞാൻ രാവിലെയാണ് അറിയണത്. 7 മണിക്ക് ഞാൻ ഇവിടെ ഒരു ചായ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. എപ്പോഴും വണ്ടികൾ പോകുന്ന ഏരിയയും എത്ര വണ്ടി പോയാലും നമ്മൾ രാത്രി
വണ്ടി വേണ്ടെന്ന് ഒരു ക്വാർട്ടർ അടിക്കും പോയി കിടന്ന് ഉറങ്ങും. ഇവിടെ എന്തൊരു നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉള്ളത് പറയണത്. പിന്നെ എപ്പോഴാണ് അറിഞ്ഞത് ഈ സംഭവം? എപ്പോഴെങ്ങനെ അറിഞ്ഞത്? പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ ചായ കുടിക്കാൻ പോയപ്പോൾ ഇവിടെ ചായയിൽ വെച്ചാണ് ഞാൻ അറിഞ്ഞത്. പ്രതിയിലേക്ക് എത്രയും വേഗം പോലീസിന് എത്താൻ സഹായിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ് CCTV ദൃശ്യങ്ങൾ. അപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ള സ്ഥലത്ത് കടകളിൽ ഓപ്പോസിറ്റ് റോഡിലും അതുപോലെ തന്നെ ആ ഭാഗത്തുമായിട്ട് ക്യാമറയിൽ ഈ ഒരു പ്രതിയുടെ ചിത്രം പതിഞ്ഞതാണ് കേസിനേറെ വഴിത്തിരിവായിരിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിനെ ഈ ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കൃത്യമായി പതിയാനുള്ള ഒരു കാരണം തെളിവ് കിട്ടിയത്. ഏതായാലും പതിഞ്ഞിട്ടുള്ള CCTV ദൃശ്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രതിയാണ് അല്ലെങ്കിൽ ഒരാളാണ് ഈ ഒരു കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം മറ്റാരെങ്കിലും പിന്തുടരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ നിർണായകമാകുന്ന തെളിവുകളൊന്നും പിന്നെ ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും പ്രധാന പ്രതിയായിട്ടുള്ള അമ്പിളി ഈ ഒരു കാറിൽ നിന്ന് കൊലപാതകത്തിന് ശേഷം ഇറങ്ങിപ്പോകുന്നത് കൃത്യമായി സമീപത്തുള്ള ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കേസിനേറെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ സമീപത്തുള്ള കടകളിൽ നിന്ന് തന്നെ പോലീസ് ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ തിരക്കേറിയ റോഡാണ്, തിരുവനന്തപുരം കന്യാകുമാരി റോഡാണ് ഇത്. കളിയാക്കിള അതിർത്തിയോട് ചേർന്നിട്ടുള്ള കളിയാക്കിള എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു തിരിവിൽ വെച്ചിട്ട് പെട്രോൾ പമ്പിന് അടുത്ത് വെച്ചിട്ടാണ് ദീപുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കാറിൽ ഒറ്റയ്ക്കായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ഇനി കൂടുതൽ ആളുകളുടെയും സഹായം പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തതയില്ല. അത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരികയുള്ളൂ.